സൗദിവൽക്കരണം നിരവധി മലയാളി കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. സൗദിവൽക്കരണ പദ്ധതിയായ നിദാഖാത്ത് മൂലം ചുവപ്പ് വിഭാഗത്തിലായതിനെ തുടർന്ന് ഇഖാമ പുതുക്കാത്തതാണ് സൗദി അറേബ്യയിൽ നിരവധി കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിന് കാരണം. ഉപരിപഠനത്തിനായി നാട്ടിൽ പോകാനിരിക്കുന്നവരും നാട്ടിൽ നിന്ന് ഇഖാമ പുതുക്കാനായി വന്നവർക്കും പുറമെ ഈദ്, ഓണം അവധി സൗദിയിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനായി വന്നിരിക്കുന്ന കുടുംബങ്ങൾക്കുമാണ് കുടുങ്ങിക്കിടക്കുന്നത്. നിശ്ചിത തോതിൽ സ്വദേശികളെ നിയമിക്കാത്ത സ്വകാര്യ കമ്പനികളിലെ വിദേശ ജീവനക്കാരാണ് ഇഖാമ പുതുക്കാനാവാതെ ബുദ്ധിമുട്ടുന്നത്. കമ്പനികളിലെ ജീവനക്കാർക്ക് പുറമെ സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്കും നിദാഖത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. സ്വദേശിയുടെ പേരിൽ ബിനാമി ബിസിനസ് നടത്തുന്ന മലയാളികളായ നിരവധി പേരാണ് കുടുംബത്തിന്റെ ഇഖാമ പുതുക്കാനാവാതെ വലയുന്നത്. 2 വർഷത്തേക്ക് ഇഖാമ പുതുക്കിയിരുന്നതും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. നാട്ടിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ 11 മാസത്തിനുള്ളിൽ ഇഖാമ പുതുക്കണമെന്നായിരുന്നു മുൻപുണ്ടായിരുന്ന നിയമം. 18 വയസ്സ് തികഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് ഇഖാമ പുതുക്കുന്നതിനും ഇപ്പോൾ പ്രയാസം നേരിടുന്നുണ്ട്. 8ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളാണ് നിദാഖത്തിന്റെ പരിധിയിൽ വരുന്നത്. എന്നാൽ ജീവനക്കാരെന്ന പേരിൽ കൂടുതൽ വിദേശി ബിസിനസ്സുകാരെ സ്പോൺസർഷിപ്പിന് കീഴിൽ വയ്ക്കുകയും ഇവർ നടത്തുന്ന ബിസിനസ്സിൽ നിന്നും നിശ്ചിത കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന സ്പോൺസർമാർക്കാണ് ഇപ്പോൾ സ്വദേശിവൽക്കരണ പദ്ധതി വിനയായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ലക്ഷ്യവും ഇതുതന്നെയായിരുന്നു. മലയാളി ബിസിനസ്സുകാർ പണം മുടക്കുന്നത് സ്വദേശി സ്പോൺസറുടെ പേരിലായതിനാൽ ഗവൺമെന്റിന്റെ കണ്ണിൽ സ്ഥാപനത്തിന്റെ ഉടമ സ്വദേശിയാണ്. ഇങ്ങനെ ബിനാമി ബിസിനസ് നടത്തുന്നവരുടെ ഇഖാമ പുതുക്കാനായില്ലെങ്കിൽ സ്ഥാപനം സ്വാഭാവികമായും സ്വദേശിയുടെ സ്വന്തമാകാനുള്ള സാധ്യതയാണ് മലയാളി ബിസിനസ്സുകാരെ ഏറെ ആശങ്കാകുലരാക്കുന്നത്. നരേന്ദ്രൻ ചെറുകാട്, അമൃത ന്യൂസ്, റിയാദ്.